നീ കാളിദാസന്റെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? കവി കാളിദാസന്റെ മഹാകവിയായ കാളിദാസൻ ഒരിക്കൽ ഒരു ദീർഘയാത്ര പോവുകയായിരുന്നു. അതിനിടയിൽ ദാഹിച്ചു വലഞ്ഞ് ചുറ്റും വെള്ളത്തിനായി അന്വേഷിച്ചു. അകലെയല്ലാതെ ഒരു സ്ത്രീ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കണ്ട അദ്ദേഹം അവളുടെ പക്കൽ ചെന്ന് കുറച്ചു വെള്ളം ചോദിച്ചു. അവൾ വെള്ളം കൊടുക്കാമെന്ന് സമ്മതിച്ചു. വെള്ളം തരാം, എന്നാൽ അതിനു മുൻപ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം. ഞാനൊരു വഴിയാത്രക്കാരൻ മാത്രം. ഈ ലോകത്തിൽ ആകെ 2 യാത്രക്കാരേയുള്ളൂ, സൂര്യനും ചന്ദ്രനും. രണ്ടും നിത്യമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, എങ്കിൽ ഞാനൊരു അതിഥിയാണ്. യുവത്വവും സമ്പത്തുമാണ് ഈ ഭൂമിയിലെ 2 അതിഥികൾ. രണ്ടും ശാശ്വതമല്ല. അതുകൊണ്ട് അവയെ മാത്രം നമുക്ക് അതിഥികളെന്നു വിളിക്കാം. എങ്കിൽ ഞാനൊരു സഹനശീലനായൊരു വ്യക്തി. ഈ ഭൂമിയിൽ സഹനശീലരായി 2 പേരേയുള്ളൂ. ഒന്നാമത്തേത് ഭൂമി, രണ്ടാമത്തേത് വൃക്ഷം. നിങ്ങൾ ഭൂമിയെ എത്ര ചവിട്ടി നോവിച്ചാലും മരത്തിൽ എത്ര കല്ലെറിഞ്ഞാലും അവ സഹിക്കുന്നു. മാത്രമല്ല, നിങ്ങളെ നിലനിർത്തുവാനുള്ള ഫലങ്ങളും ധാന്യവും അവ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. എങ്കിൽ ഞാനൊരു മർക്കടമുഷ്ടയാണ്, ഒരു ദുർവാശിക്കാരൻ. അങ്ങനെ ദുശ്ശാഠ്യമുള്ള 2 വസ്തുക്കളെയുള്ളൂ, നഖവും മുടിയും. രണ്ടും എത്ര വെട്ടിയാലും വളർന്നുകൊണ്ടിരിക്കും. എങ്കിൽ ഞാനൊരു വിഡ്ഢിയാണ്. 2 വിഡ്ഢികൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ, അറിവില്ലാതെ ഭരിക്കുന്ന രാജാവും അതുപോലൊരു നിർഗുണനായ രാജാവിന് സ്തുതി പാടുന്ന മന്ത്രിയും. കാളിദാസന് മനസ്സിലായി അവൾ തന്നെ സാമർഥ്യത്തിലും ബുദ്ധിയിലും പിറകിലാക്കിയെന്ന്. അദ്ദേഹം അവളുടെ കാൽക്കൽ വീണു. തലയുയർത്തി നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് സരസ്വതീദേവി മുന്നിൽ നിൽക്കുന്നതാണ്. അറിവിന്റെയും ബുദ്ധിയുടെയും ദേവി കാളിദാസനോട് പറഞ്ഞു, കാളിദാസ, നീ ബുദ്ധിമാനാണ്. എങ്കിലും നീ നിന്നെ തന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നീയൊരു മനുഷ്യനാകുകയുള്ളൂ. ആത്മജ്ഞാനമില്ലാത്തവൻ ഒരിക്കലും മനുഷ്യത്വത്തിന്റെ പരമകാഷ്ഠ പ്രാപിക്കുന്നില്ല. നമ്മുടെ കുട്ടികളെ ആദ്യം മനുഷ്യരാകാൻ പഠിപ്പിക്കണം. സ്വയം തിരിച്ചറിഞ്ഞാലേ അവർ നന്മയുള്ളവരാകൂ. സമ്പന്നരാകാനും മറ്റുള്ളവരെ തോൽപ്പിച്ചു മുന്നേറാനും മാത്രം പഠിപ്പിക്കുമ്പോൾ അവർ സ്വാർത്ഥരും മനുഷ്യർക്ക് പ്രയോജനമില്ലാത്തവരുമായി മാറും.